നന്മതരങ്ങളെ കൊണ്ട് നടക്കാൻ വയ്യ. ആ മൊയ്തുവാ ഇരിക്കും വരൂ പാപ്പ. മാമ ഇരിക്കും. കുടിക്കാൻ ചായ കാപ്പി എപ്പോഴും ചോദിക്കും. അതുകൊണ്ട് അത് ഇവിടുത്തെ ഒരു പതിവാണ് ചോദിക്കാന്നുള്ളത്. സാറേ ചെക്ക് കിട്ടിയ എനിക്ക് പോവേൻ. ഞാനേ സുഗതം വക്കീലിനെ വിളിച്ചിരുന്നു. ചെക്ക് അല്ലല്ല അതല്ല, ചെക്കായില്ല. ആയില്ല. വേറെ ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഒന്നുമില്ല, പേടിക്കൊന്നുമില്ല. സിമ്പിളാണ്, സിമ്പിള്. നമ്മളെ സമ്പത്തിന്റെ ബാങ്കിലല്ലേ നമ്മുടെ അക്കൗണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് വാങ്ങിയിട്ട് അവിടുത്തെ മാനേജറെ കൊണ്ട് ഒപ്പിട്ടിട്ട് നമ്മൾ 8-ാം തീയതിയാണ് അടുത്ത നമ്മുടെ സിറ്റിങ് വെച്ചേക്കണം. 8-ാം തീയതി ഇത് കോടതി കൊടുക്കുന്നു, നമ്മൾ ചെക്ക് വാങ്ങുന്നു, പൈസ വാങ്ങുന്നു, നിങ്ങൾ സന്തോഷമായിട്ട് നമ്മൾ ഓരോ ചായ കുടിച്ചിട്ട് പിരിയുന്നു. ഇന്നിപ്പോ ഇല്ല, അതും കൂടെ കൊടുക്കണം മാമ. അതാണ്. 8-ാം തീയതി ഇനിയും വരണോ? ആ വരവേ ഉള്ളൂ. ഇനിയൊരു ഡേറ്റ് ഞാൻ പറയൂല. കഴിഞ്ഞ ലാസ്റ്റാണ് 8-ാം തീയതി നമ്മൾ കേസ് ക്ലോസ് ചെയ്യും. സംഗതി എല്ലാം കഴിയും. അതും കൂടെ ഉണ്ണേ. പിന്നെ പിന്നെ സുഗതം വക്കീൽ എന്താ പറഞ്ഞേ? അല്ല പറഞ്ഞേ സാറെ ഏൽപ്പിച്ചോണ്ട് സുഗതം വക്കീൽ അങ്ങനെ പ്രത്യേക ഫീസൊന്നും വേണ്ടായിരുന്നു. ഒരു 2000 കൊടുത്താൽ മതി. 2000? സുഗതം വക്കീലിന്റെ 3 രൂപ വാങ്ങിക്കുന്നതാണ്. ഞാൻ പറയല്ലേ, ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആളുകളാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 2 രൂപ സുഗതം വക്കീൽ. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? പിന്നെ അല്ലറ ഓഫീസ് വർക്ക് ഉണ്ടല്ലോ, അതിനൊരു 500 റുപ്യയും. അതെ, 2500. 200 കൂടി കൊടുക്കുക. സംഗതി മാവാ വേണ്ട. 8-ാം തീയതി നിങ്ങളുടെ പൈസ കയ്യിൽ നിന്നില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ 2500. 2500 കൊണ്ട് കൊടുത്തേക്ക്. എവിടെ നിർത്തിട്ട് നെയ്യാ കൊണ്ട് കൊടുക്കും. വക്കീല് സാറേ, എനിക്കൊരു കണക്കുങ്ങളോടൊന്ന് പറയാനുണ്ട്. 10,000-ന്റെ കണക്കല്ലോ, അതിലും വേറെ പൈസ പോയാ? ഇല്ല 10,000 തന്നെ. 10,000 ആണല്ലോ ഒരു ഹംക്കിനെ പറ്റിച്ചെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്റെ വിവരക്കേട് കൊണ്ട് എന്റെ അങ്ങനെ ഒരു ഒരു ഹംക്ക് തട്ടിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും എന്നെ പോലുള്ള ഈ പാവപ്പെട്ടവരുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ടും സൈബർ പോലീസ് ആ പൈസ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വങ്കപ്പാടിലാണ് ഞങ്ങളുടെ ഈ നടപ്പൊക്കെ. ആ നടത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വക്കീൽ ഫീസായിട്ടും ഗുമസ്തൻ ഫീസായിട്ടും ഇതിന്റെ സ്റ്റാമ്പ് ഫീസായിട്ടും പിന്നെ അല്ലാണ്ട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് 9,600 ചില്ലാൻ ഉറുപ്പ്യാണ് ഇപ്പൊ ചെലവ്. ഇത്രയും ചിലവായ? ഒക്കെ എഴുതി വെക്കലുണ്ട്. അപ്പൊ ഇത്രയും പൈസ എന്റെ ഇപ്പൊ ചെലവാ. ഇനിയിപ്പൊ നിങ്ങൾ അടുത്ത മാസം വരാനാ പറയണത്. 8-ാം തീയതി. അപ്പൊ എന്തായി? വീണ്ടും എന്റെ 100-300 ചില്ലാൻ ഉറുപ്പ്യ ഓട്ടോറിക്ഷക്കും പിന്നെ ഇപ്പൊ വരുമ്പോ നിങ്ങൾ വേറെ കയ്യോടെ അങ്ങനെ വിടില്ല. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട വരും. അതും കൂടി ആകുമ്പോ ആ കണക്ക് എത്രയായി സാറേ? ചുണ്ടക്കാ കാപ്പണം ചുമട്ടുകൂലി മുക്കാപ്പണം എന്ന് പറഞ്ഞ ഈ കണക്ക് എവിടെ കൊണ്ടുപോയി ഉള്ളിക്കാൻ ഇത് എവിടുത്തെ കണക്കാതെ അത് നിങ്ങളുടെ കിതാബിലൊന്നും നോക്കിയാൽ കാണൂല. അപ്പൊ ഈ കേസ് ഞാൻ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം.